അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ റമളാനാണോ അതല്ല നാമാണോ അതിഥി എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. ഒരു കവി പറയുന്നത് പോലെ, ഹം ന ഹോംഗെ ഷായദ് പർ അഗലെ സാൽ ഭി ആയേഗ റംസാൻ, ദർ ഹഖീഖത്ത് റംസാൻ നഹി ഇൻസാൻ ഹെ മെഹ്മാൻ. നമ്മളില്ലെങ്കിലും റമളാൻ നമ്മിലേക്ക് കടന്നു വരും. നമ്മളുണ്ടാവണം എന്ന നിബന്ധന റമളാൻ നമ്മിലേക്ക് പ്രവേശിക്കുന്നതിനില്ല. അഥവാ ഷഅബാനിന് ശേഷം റമളാനും റമളാനിന് ശേഷം ശവ്വാലും അതിൻ്റെ കാലചക്രത്തിൽ കറങ്ങുന്നതിനിടയിൽ വന്നും പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനിടയിൽ നമ്മളുണ്ടാകുമോ നമ്മളില്ലയോ എന്നത് ആ കാലചക്രത്തിൻ്റെ കറക്കത്തിൽ ഒരു വിഷയമേ അല്ല. റമളാനല്ല യഥാർത്ഥത്തിൽ അതിഥി എന്ന് പറയുന്നത് നമ്മളാണ്. നാം റമളാൻ എന്ന് പറയുന്ന ആതിഥേയൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് നാം റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായും അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നാം നടത്തിക്കൊണ്ടായിരിക്കണം റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മെ ആരെങ്കിലും അതിഥിയായി ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അണിഞ്ഞൊരുങ്ങി ആഭരണങ്ങൾ അണിഞ്ഞ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് അങ്ങനെ ആവശ്യമായ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് നാം ആ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എന്ന് പറഞ്ഞതുപോലെ തന്നെ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പും ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നാം നടത്തിക്കൊണ്ട് ആ റമളാനിൻ്റെ ആതിഥേയത്വം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനും നമ്മെ വളരെ മനോഹരമായി നമുക്ക് ആതിഥ്യമരുളാൻ റമളാനിന് സാധിക്കും വിധമുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നാം നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.